അതിർത്തിയിൽ വീണ്ടും പാക് ഡ്രോൺ. നിയന്ത്രണ രേഖയിലാണ് വീണ്ടും പാക് ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തിയത്. ജമ്മു കാശ്മീരിൽ കേരൻ സെക്ടറിലാണ് ഈ സംഭവം. ഇന്നലെ രാത്രിയിലായിരുന്നു ഡ്രോണുകൾ പറത്തിയത്. സുരക്ഷാ സേന ഇവ വെടിയുതിർത്തതിനെ തുടർന്ന് ഡ്രോണുകൾ മടങ്ങുകയും ചെയ്തു. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, അതിർത്തി മേഖലയിൽ നമ്മുടെ സുരക്ഷാ സൈന്യം കൂടുതൽ ജാഗരൂകരാണ്. അതിനിടെയാണ് ഡ്രോൺ പറത്തുന്ന സാഹചര്യം. അതിനെ വെടിവെച്ച് ചെറുക്കുകയും ചെയ്തു. കൂടുതൽ വിവരങ്ങൾ നന്ദഗോപൻ. ജമ്മു കാശ്മീരിലെ, അതായത് നോർത്ത് കാശ്മീരിലെ ഈ കുപ്വാര സെക്ടറിന് അടുത്തുള്ള സ്ഥലമാണ് കേരൻ എന്നുള്ളത്. ഈ കേരൻ സെക്ടറിൽ അവിടെയാണ് ഈ ഡ്രോണുകൾ ഇന്നലെ രാത്രി കാണപ്പെട്ടത്. ഏതാണ്ട് 15ഓളം ടാക് ഡ്രോണുകളാണ് അതിർത്തി ലംഘിച്ച് നമ്മുടെ ഭാരതത്തിന്റെ ഭാഗത്തേക്ക് കടന്നത് എന്നുള്ളതാണ് സൈന്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ചില റിപ്പോർട്ടുകൾ പ്രകാരം ഇതിൽ 8 ഡ്രോണുകൾ ഈ നമ്മുടെ ഭാരതത്തിന്റെ സൈന്യം വെടിവെച്ച് വീഴ്ത്തി എന്നുള്ളതും അറിയാൻ കഴിയുന്നു. ഇപ്പോൾ ശൈത്യകാലമാണ്. ഈ ശൈത്യകാലത്താണ് കൂടുതലായിട്ട് നുഴഞ്ഞുകയറ്റം അറിയാൻ കഴിയുന്നു. ഇപ്പോൾ ശൈത്യകാലമാണ്. ഈ ശൈത്യകാലത്താണ് കൂടുതലായിട്ട് നുഴഞ്ഞുകയറ്റം ഭാരതത്തിലേക്ക് നടക്കാറ്. അതിൽ ഏറ്റവും കൂടുതൽ നുഴഞ്ഞുകയറ്റം സാധാരണ ഉണ്ടാകുന്നത് ഈ കേരൻ സെക്ടറിലാണ്. അതുകൊണ്ട് തന്നെ സൈന്യം അവിടെ ഈ മേഖലകളിൽ കൂടുതൽ ജാഗരൂകരായി നിൽക്കുകയാണ്. നേരത്തെ തന്നെ ഈ അതിശൈത്യകാലം മുന്നിൽ കണ്ടുകൊണ്ട് ഈ മേഖലയിലേക്ക് കൂടുതൽ സൈനിക വിന്യാസം അടക്കം നടത്തിയിരുന്നു. മാത്രമല്ല, രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടുകൾ പരിഗണിച്ച് കൂടുതൽ ആൾക്കാർ ഈ ഒരു സമയങ്ങളിൽ ഭാരതത്തിന്റെ അതിർത്തിയിലേക്ക് നുഴഞ്ഞുകയറുവാനുള്ള സാധ്യതകൾ കൂടി പരിഗണിച്ചുകൊണ്ട് അതിർത്തി മേഖലകളിൽ കാര്യമായ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ടുള്ള നിരീക്ഷണങ്ങളായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ഈ നിരീക്ഷണത്തിനിടയിലാണ് ഏതാണ്ട് 15ഓളം ഡ്രോണുകൾ ഈ ഭാരതത്തിന്റെ സൈന്യത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടതും ഇതുമായി ബന്ധപ്പെട്ട ആദ്യം വാണിംഗ് നൽകുകയുണ്ടായി. പിന്നീട് ഏതാണ്ട് 8ഓളം ഡ്രോണുകൾ വെടിവെച്ചിട്ടു എന്നുള്ളതാണ് സൈന്യം സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും അത്തരം റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ അതിർത്തി മേഖലകളിലാകെ തന്നെ ഈ അതിശൈത്യം കൂടി പരിഗണിച്ചുകൊണ്ട് സുരക്ഷ കർശനമാക്കി, നിരീക്ഷണം കർശനമാക്കി എന്നുള്ളതാണ്. പോലീസും അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരീക്ഷണങ്ങളും അല്ലെങ്കിൽ അത്തരം പരിശോധനകളും മറ്റും നടത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പല സാധ്യതകൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഒന്നെങ്കിൽ മയക്കുമരുന്നുകളോ അല്ലെങ്കിൽ മറ്റ് ആയുധങ്ങളോ മറ്റോ അതിർത്തി കടത്തി എത്തിക്കുവാൻ വേണ്ടി ആയിരിക്കണം ഈ ഡ്രോൺ ഇവിടേക്ക് പറന്നു കയറിയത്. അതല്ല എന്നുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഭാരതത്തിന്റെ സൈനിക വിന്യാസങ്ങളോ മറ്റോ നിരീക്ഷിക്കുവാനോ അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിലേക്ക് നുഴഞ്ഞു കയറാൻ പറ്റിയ ഇടങ്ങൾ കണ്ടെത്തുവാനോ ഒക്കെ ആയിരിക്കണം ഈ ഡ്രോണുകൾ അതിർത്തി ലംഘിച്ച് അല്ലെങ്കിൽ അതിർത്തി കടത്തി പാകിസ്ഥാൻ ഭാരതത്തിന്റെ മണ്ണിലേക്ക് അയച്ചത് എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള നിരീക്ഷണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും അതിർത്തി മേഖലയിൽ ഇപ്പോൾ സുരക്ഷ കർശനമാക്കിയിരിക്കുകയാണ്. മുഴുവൻ മേഖലകളിലും ഈ നിരീക്ഷണം തുടരുവാൻ അല്ലെങ്കിൽ നിരീക്ഷണം കൂടുതൽ കർശനമാക്കുവാൻ വേണ്ടിയുള്ള നിർദ്ദേശവും സൈനിക മേധാവിമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. വ്യക്തമാണ്. ഭാരതത്തിന്റെ അതിർത്തി മേഖലയായ ജമ്മു കാശ്മീരിലെ കേരൻ സെക്ടറിലാണ് അനധികൃതമായി ഡ്രോൺ പറത്തിയ സാഹചര്യം ഉണ്ടായത്. ഭാരത സൈന്യം അതിനെ വെടിവെച്ച് ചെറുക്കുകയും ചെയ്തു. എന്തായാലും അതിർത്തി മേഖലയിൽ സുരക്ഷ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും നന്ദഗോപൻ.